ഈ വീഡിയോയിൽ രണ്ടാം വർഷ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ലെങ്തി ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 2-3 പാർട്ടുകളായിട്ട് തിരിച്ചാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ പാർട്ട് 1 നിങ്ങൾ കേൾക്കുമ്പോൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ അടുത്ത വീഡിയോ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പിന്നെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് കണ്ടീഷണൽ പ്രോബബിലിറ്റി, അതേപോലെ ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്, ബേസ് തിയറം, റാൻഡം വേരിയബിൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, ബെർണോളിസ് ട്രയൽ, അങ്ങനെ കുറേ അധികം ഭാഗങ്ങളുണ്ട്. മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. മനസ്സിലായാലും വളരെ ഈസി ചാപ്റ്ററാണ്. അപ്പോൾ എന്താ കണ്ടീഷണൽ പ്രോബബിലിറ്റി? സാധാരണ ഒരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാണുന്നത് നമുക്കറിയാം. P of A = N of A / N of S. ഒരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഈവൻറ്റിൻ്റെ ഔട്ട്കംസിൻ്റെ എണ്ണം, സെറ്റിൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞ എലമെൻസിൻ്റെ എണ്ണം / നമ്പർ ഓഫ് എസ്, സാമ്പിൾ സ്പേസിലെ എലമെൻറ്റിൻ്റെ എണ്ണം. എന്നാൽ അതേ ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയിൽ ഒരു മാറ്റം വരും. നമുക്ക് എന്തെങ്കിലും ഒരു ബൂസ്റ്റ്, എന്തെങ്കിലും ഒരു കണ്ടീഷൻ തന്നാൽ. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ക്ലാസ്സിൽ അധ്യാപകൻ നിങ്ങളോട് പറഞ്ഞു, ഞാനൊരു ഡൈ ത്രോ ചെയ്താൽ 2 എന്ന് പറയുന്ന നമ്പർ വന്നാൽ നിങ്ങൾക്ക് ഒരു സമ്മാനമുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക ആ സമ്മാനം കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. കാരണം ഒരു ഡൈ ത്രോ ചെയ്താൽ ടോട്ടൽ ഔട്ട്കംസ് 6 ആണ്. അതിൽ 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ ചാൻസ് പ്രോബബിലിറ്റി 1/6. നിങ്ങൾക്കൊരു കണ്ടീഷൻ തരുന്നു അധ്യാപകൻ. ഞാനൊരു ഡൈ ത്രോ ചെയ്തപ്പോൾ നിങ്ങൾ കാണുന്നില്ല, പക്ഷെ നിങ്ങളോട് പറയുന്നു അധ്യാപകൻ എന്താണെന്നറിയോ, വന്നതൊരു ഈവൺ നമ്പറാണ്. അപ്പോൾ വന്നതൊരു ഈവൺ നമ്പറാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് സമ്മാനം കിട്ടാനുള്ള ചാൻസ് പ്രോബബിലിറ്റി കൂടി. കാരണം നേരത്തെ 6-1 പ്രതീക്ഷയുള്ള നമുക്കിപ്പോൾ 3-1 പ്രതീക്ഷയായി. അതായത് A = 2 നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 ആണെങ്കിൽ P of A നമ്മൾ 1/6 ആണെന്ന് പറയുന്നു. ഗിവൺ B = 2, 4, 6, that is the turning number is an even number. അപ്പം നമ്മൾ പറഞ്ഞ പ്രോബബിലിറ്റി 1/3 എന്നാണ്. ദാറ്റ് ഈസ് P of A. അതേ 2ൻ്റെ പ്രോബബിലിറ്റി ഗിവൺ ബി എന്ന് പറയുന്ന ഒരു ഈവൻറ്റ്, ഒരു കണ്ടീഷൻ ഒക്കെ തന്നാൽ P of A given B, ഇത് വായിക്കുക, P of A given B = 1/3. ആ P of A given B = 1/3 കിട്ടുന്നത് ശരിക്ക് ഈ ഒരു ഫോമിൽ ഉപയോഗിച്ചിട്ടാണ്. നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. P of A given B = P of A intersection B / P of B. കാരണം A intersection B എന്ന് പറയുന്നത് 2 തന്നെ, സെറ്റ് 2 തന്നെ, എയിലും ബിയിലും കോമൺ ആയിട്ട് 2. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആയിരിക്കും. P of B, ബിയിൽ 3 എലമെൻ്റ് ആണ്, 3/6 ആയിരിക്കും. 1/6ഉം 3/6ലെയും 6 ക്യാൻസൽ ആയാൽ 1/3. അപ്പോൾ P of A given B = P of A intersection B / P of B. അതേപോലെ P of B given A = P of A intersection B / P of A. ഈ ഒരു ഫോമിലേക്ക് നമുക്ക് P of A intersection B = P of A into P of B given A എന്നോ അല്ലെങ്കിൽ P of B into P of A given B എന്നോ എഴുതാം. P of A intersection B A, P of A into P of B given A, or P of B into P of A given B. ഈ റിസൾട്ടിന്, ഈ ബോക്സിലാക്കിയ ഈ റിസൾട്ടിന് പറയുന്ന പേര് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്നാണ്. മൾട്ടിപ്ലിക്കേഷൻ തിയറം. P of A intersection B = P of A into P of B given A, or P of A intersection B = P of B into P of A given B. ഇനി നമുക്ക് ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് പിന്നെ P of A given A, P of A given A എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന ഈവൻ്റെ പ്രോബബിലിറ്റി നിങ്ങൾക്ക് കണ്ടീഷൻ തരുന്നത് A തന്നെയാണെങ്കിൽ എന്തായിരിക്കും അത്? P of A given A എപ്പോഴും 1 ആയിരിക്കും. എന്നാൽ P of
എസ് ഗിവൺ എ ഈക്വൽ ടു അത് 1 ആയി. പി ഓഫ് എസ് ഗിവൺ എ ഈക്വൽ ടു 1. ഇനി നിങ്ങൾ പിന്നെ പി ഓഫ് എ ഡാഷ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഡാഷ് ഗിവൺ ബി ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ഗിവൺ ബി. ഇതേമാതിരി പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമുക്ക് അറിയുന്ന കാര്യം. ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ്, പി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് ഈക്വൽ ടു പി ഓഫ് എ ഗിവൺ എഫ് പ്ലസ് പി ഓഫ് ബി ഗിവൺ എഫ് മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ എഫ്. ഇതൊന്നുമില്ല, ഞാൻ നേരത്തെ എഴുതിയ ഫോർമുലയിൽ എല്ലാത്തിലും ഗിവൺ എഫ് അങ്ങ് ചേർത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കാര്യം. ഇപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു കാര്യമാണ് ഇൻഡിപെൻഡന്റ് ഈവന്റ്. Independent event, which is the comparison of two events. Two events A and B are called independent event if the probability of the event A cannot affect the probability of the event B. A എന്ന ഇവന്റ് ബി എന്ന ഇവന്റ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എയുടെ പ്രോബബിലിറ്റി ഒരിക്കലും ബിയുടെ പ്രോബബിലിറ്റിയിൽ ഒരു സ്വാധീനം ചെലുത്തുന്നില്ലെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡൻ്റാണ്. മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളിപ്പോൾ എക്സാം എഴുതുക, ഒരു ക്ലാസ്സിൽ 20 കുട്ടികളെ ഇരുത്തിയിട്ടാണ്, ഒരു 20 കുട്ടികൾ ഇരുന്നിട്ടാണ്. 20 കുട്ടികൾക്കും ക്വസ്റ്റ്യൻ പേപ്പർ തരും. ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ഓരോരുത്തർക്കും അറിയുക എന്നുള്ളത് ഇൻഡിപെൻഡൻ്റാണ്. നിങ്ങൾ ഇരിക്കുന്ന ഒന്നാമത്തെ ബെഞ്ചിൽ ഒന്നാമത്തെ കുട്ടിക്ക് ഉത്തരം അറിയുന്നതുകൊണ്ട് ഉത്തരം അറിയാനുള്ള പ്രോബബിലിറ്റി ഫുള്ളാന്ന് വിചാരിക്കുക, 1 ആണെന്ന് വിചാരിക്കുക, ഉത്തരം അറിഞ്ഞു. അതുകൊണ്ട് ഇപ്പുറത്തെ കുട്ടിക്ക് അതിൻ്റെ ഉത്തരം അറിയണമെന്നില്ല. എന്ന് പറഞ്ഞാൽ എ എന്ന കുട്ടിക്ക് ഉത്തരം അറിയാനുള്ള പ്രോബബിലിറ്റി ഒരിക്കലും ബി എന്ന കുട്ടിക്ക് സ്വാധീനം ചെലുത്തുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. നേരെ തിരിച്ച് ചിന്തിച്ചോ. നിങ്ങളെ പരീക്ഷ ഹാളിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ ഒരു കുട്ടിക്ക് ഉത്തരം കിട്ടിയാലേ ആ ക്ലാസ്സിലെ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഉത്തരം കിട്ടുന്നുള്ളൂ. അങ്ങനെയുണ്ട് ചില പരീക്ഷ ഹാൾ. ദാറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഈവൻറ്റ്. എല്ലാവരും ഒരു കുട്ടീനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പ്രോബബിലിറ്റി ആ ഉത്തരം കിട്ടേണ്ട കുട്ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഈവൻറ്റ്. ദാറ്റ് ഈസ് നോട്ട് ഇൻഡിപെൻഡൻ്റ് ഈവൻറ്റ്. ദെൻ ഇറ്റ് ഈസ് കറക്റ്റ്. That is, two events A and B are called independent event if the probability of the event A cannot affect the probability of the event B. ഈ ഇൻഡിപെൻഡന്റ് ഈവൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, രണ്ട് ഈവൻറ്റ് ഇൻഡിപെൻഡന്റ് ഈവൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും എപ്പോഴും. എയും ബിയും ഇൻഡിപെൻഡന്റ് ഈവൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. നിങ്ങൾക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും തരുക, പി ഓഫ് എയും തരുക, പി ഓഫ് ബിയും തരുക. എന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കി ഞങ്ങൾ ഇത്രയും നോക്കണ്ടു. പി ഓഫ് എയും പി ഓഫ് ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഈവൻറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ദെൻ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് P of B minus P of A into P of B. P of A intersection B ന്റെ സ്ഥാനത്ത് നമുക്ക് P of A into P of B എന്ന് എഴുതാം. അപ്പോൾ if A and B are independent then P of A intersection B equal to P of A into P of B. ഈ ഇൻഡിപെൻഡന്റ് ഈവൻറ്റിൽ നമുക്ക് ഒരു 4 തിയറം ഉണ്ട്. നേരത്തെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിശോധിച്ചാൽ ചിലപ്പോഴൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് 4 തിയറം. അതിൽ 3 തിയറം എന്താന്ന് വെച്ചാൽ, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് then prove
ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഏതും ചോദിക്കാം. പ്രൂവ് ദാറ്റ് നമ്പർ 1 A and B dash are independent. Number 2 A dash and B are independent. Number 3 A dash and B dash are independent. ഇത് 3 ചോദിക്കുന്നില്ല, ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരു തിയറം പബ്ലിക്കിന് ചോദിച്ചേക്കാം 2 മാർക്കിനൊക്കെ. ക്വസ്റ്റ്യൻ ഇങ്ങനെ, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് പ്രൂവ് ദാറ്റ് എ ആൻഡ് ബി ഡാഷ് ആർ ഇൻഡിപെൻഡന്റ്. ഇവിടെ ആദ്യത്തെ 2 റിസൾട്ട് പ്രൂവ് ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുക വെൻ ഡയഗ്രാം, വിച്ച് ഈസ് സാമ്പിൾ സ്പേസ്. യൂണിവേഴ്സൽ സെറ്റിന് പകരം സാമ്പിൾ സ്പേസ്. എന്നിട്ട് നമ്മൾ 2 ഈവൻ്റ് എടുക്കുന്നത് എയും ബിയും. ആ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എയിലും ബിയിലും കോമൺ എലമെന്റ് ഉണ്ട്. ഇത് എ, ഇത് ബി. എനിക്കറിയാം ഇത് എ ഇന്റർസെക്ഷൻ ബി ഡാഷും, ഇത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബിയും, ഇത് എ ഇന്റർസെക്ഷൻ ബിയും. ഈ എ ഇന്റർസെക്ഷൻ ബി ഡാഷിനെ സാധാരണ എ മൈനസ് ബി കൊണ്ട് സൂചിപ്പിക്കാറുണ്ട് സെറ്റ്സിൽ. ഇത് ബി മൈനസ് എ കൊണ്ട്. ആ എ മൈനസ് ബിക്ക് ഈക്വൽ ആയിട്ട് വരുന്നതാണ് ആര്? എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. ബി മൈനസ് എക്ക് ഈക്വൽ ആയിട്ട് വരുന്നതാണ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി. ഇതിൽ ഒന്നാമത്തെ റിസൾട്ട് തിയറം പ്രൂവ് ചെയ്യാൻ ദ ക്വസ്റ്റ്യൻ ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ദെൻ പ്രൂവ് ദാറ്റ് എ ആൻഡ് ബി ഡാഷ്. ഈ എ ബി ഡാഷ് ഇവിടെ വരുക, എ ബി ഡാഷ്. ഇത് ഓർത്തേക്കണം. അങ്ങനെയാവുമ്പോൾ നമുക്ക് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ഇഫ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇതേപോലെ എയും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആണെന്ന് നോക്കാൻ എന്താ വേണ്ടിയത്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ് എന്ന് കിട്ടണം. എയും ബിയും ഇൻഡിപെൻഡന്റ് നോക്കാൻ എന്താ വേണ്ടിയത്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കണം. ഇതേപോലെ എയും എ ഡാഷും ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ നോട്ട് എ നോട്ട് ബി. അങ്ങനെയാവുമ്പോൾ നമ്മൾ നോക്കുക. അതായത് ഇവിടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് കണ്ടാൽ എന്ത് കിട്ടണം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ് എന്ന് കിട്ടണം ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ. ഇതല്ലേ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്? ഈ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്ന ഈ റീജിയൻ നോക്കിയാൽ ആ റീജിയൻ എന്തിന് ഈക്വലാ? മൊത്തം പി ഓഫ് എ. മൊത്തം പി ഓഫ് എ എന്ത് കുറച്ചാൽ മതി? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്താൽ മതി. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് മീൻസ് പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. കാരണം എയും ബി ഇൻഡിപെൻഡന്റ് ആണ്. ഇവിടെ പി ഓഫ് എ കോമൺ ആണ്. ആ പി ഓഫ് എ ഔട്ട്സൈഡ് എടുത്താൽ 1 മൈനസ് പി ഓഫ് ബി എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. എ ഡാഷ് നോട്ട് എ, ബി ഡാഷ് നോട്ട് ബി. അപ്പോൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. ദർഫോർ എ ആൻഡ് ബി ഡാഷ് ആർ ഇൻഡിപെൻഡന്റ്. ഇതേപോലെ എ ഡാഷ് ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ആണ് പ്രൂവ് ചെയ്യാൻ. രണ്ടാമത്തത് എ ഡാഷ് ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ആണ് പ്രൂവ് ചെയ്യാൻ. ഇവിടെ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഉള്ളത് മൊത്തം പി ഓഫ് ബി എന്ന്. ഈ പി ഓഫ് എ അല്ല, പി ഓഫ് ബി എന്ന് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നെ ഓർക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. കോമൺ ആയിട്ട് വരുന്ന പി ഓഫ് ബി ആണ്. ബാക്കിയുള്ളത് 1 മൈനസ് പി ഓഫ് എ, ദാറ്റ് ഈസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഡാഷ്. വേണേ ഒന്ന് തിരിച്ച് എഴുതിയാൽ പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി, ദാറ്റ് ഈസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി. അപ്പോൾ എ ഡാഷും ബിയും എന്താണ് പ്രൂവ് ചെയ്ത്? ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത്. ഇനി ഇത് ഈ തിയറത്തിലെ മൂന്നാമത്തത് പ്രൂവ് ചെയ്യാൻ ഞാൻ വെൻ ഡയഗ്രം ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മൂന്നാമത്തെ തിയറിലാണ് എ ഡാഷ് ബി ഡാഷ് ഇൻഡിപെൻഡന്റ് ആണ്. അതിന് വേണ്ടി എന്താ? പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു
പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് എന്ന് കിട്ടണം. അതിനെതിരെ ഇങ്ങനെ എഴുതാം, പി ഓഫ് എ യൂണിയൻ ബി ഓൾ ഡാഷ്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡിമോർഗൻസ് ലോ സെറ്റ്സിൽ എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്, എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഡിമോർഗൻസ് ലോയിലെ രണ്ടിലും ഒരു ലോ ആയിരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. P of A dash equal to 1 minus P of A. P of A union B all dash equal to 1 minus P of A union B all dash, which is equal to 1 minus P of A plus P of B minus P of A intersection B. ഈ നെഗറ്റീവ് ഈ എല്ലാ ടേമിലും ഭാഗം, which is equal to 1 minus P of A minus P of B plus P of A into P of B. കാരണം എയും ബിയും ഇൻഡിപെൻഡൻ്റ്. ഇവിടെ പിന്നെ ഈ മൈനസ് എല്ലാത്തിനും ബാധകമാണ്, മൈനസ് കൊണ്ട് മൾട്ടിപ്പിൾ ആണ് മക്കൾ ഓർമ്മ വേണേ. 1 മൈനസ് പി ഓഫ് എ, ഇവിടെ പി ഓഫ് ബി കോമൺ ആണ്, മൈനസ് പി ഓഫ് ബി ഔട്ട്സൈഡ് എടുത്താൽ മൈനസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് ബി വന്നാൽ 1. പക്ഷെ ഇവിടെ പ്ലസ് പി ഓഫ് എ പി ഓഫ് ബി എന്നാണ് മൈനസ് പി ഓഫ് ബി ഔട്ട്സൈഡ് വരുന്നത്. അപ്പോൾ മൈനസ് പി ഓഫ് എ ഉണ്ടാവാം, കാരണം ഈ മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആവും. Which is equal to ഈ 1 minus P of A എന്താ, P of A dash minus P of B into again 1 minus P of A, P of A dash. അപ്പോൾ P of A dash കോമൺ ആണ്, P of A dash ഔട്ട്സൈഡ് എടുത്താൽ ഇവിടെ 1 മൈനസ് ഇവിടെ P of B equal to P of A dash into P of B dash. That is P of A dash intersection B dash equal to P of A dash into P of B dash. ഇതാണ് മൂന്നാമത്തെ തിയറത്തിന്റെ പ്രൂഫ്. P of A dash intersection B dash equal to P of A dash into P of B dash. ഇനി ഈ മൂന്ന് തിയർ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇൻഡിപെൻഡന്റ് ഇവന്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു തിയർ ആണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 of A and B is equal to 1 minus P of A dash into P of B dash. സാധാരണ സെറ്റ്സിലും അതേപോലെ തന്നെ കോമ്പിനേഷനിലും പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് ഈ അറ്റ്ലീസ്റ്റ്, എക്സാക്ട്ലി, അറ്റ്മോസ്റ്റ്. ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക് അങ്ങനെ കുറേ ഉപയോഗിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് മീൻസ് മിനിമം എന്നുള്ള അർത്ഥമാണ്, മിനിമത്തിൽ നിന്ന് എത്ര എമൗണ്ട് എടുക്കുക, എത്ര ഉണ്ടോ അത്രയും. എക്സാക്ട്ലി മീൻസ് ഓൺലി എന്നുള്ള അർത്ഥമാണ്, ഓൺലി. Exactly 1 means only 1. Exactly 2 means only 2. At most means maximum 1. കുറഞ്ഞ് 0 വരെ എത്താം. 0 വരെയല്ല, 0 ഉൾപ്പെടെ. At most 1 എന്ന് പറഞ്ഞാൽ അർത്ഥം 0, 1ഉം 0. At most 2 എന്ന് പറഞ്ഞാൽ 2 വരെ, 1ഉം വരെ, 0ഉം വരെ. എന്നാ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് 1, അറ്റ്ലീസ്റ്റ് എ ആൻഡ് ബി, ഈ അറ്റ്ലീസ്റ്റ് എ ആൻഡ് ബി മീൻസ് ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ എയും ബിയും. അറ്റ്ലീസ്റ്റ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എ അല്ല ബി അല്ല എ ആൻഡ് ബി, എ ഓർ ബി ഓർ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് എ യൂണിയൻ ബി ആണ്. അറ്റ്ലീസ്റ്റ് എ കോമ ബി ആൻഡ് സി, അറ്റ്ലീസ്റ്റ് എ കോമ ബി ആൻഡ് സി അത് എന്ന് പറഞ്ഞാൽ എന്താണോ അത് ഒന്നുകിൽ എ അല്ല ബി അല്ല സി അല്ല എയും ബിയും അല്ല എയും സിയും അല്ല ബിയും സിയും അല്ല എയും ബിയും സിയും. 1 വരാം, 2 വരാം, 3 വരാം. ദാറ്റ് ഈസ് എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പം നമ്മുടെ തിയർ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് എ ആൻഡ് ബി. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് എ ആൻഡ് ബി, പി ഓഫ് അറ്റ്ലീസ്റ്റ് എ, ക്യാപിറ്റൽ എ ആൻഡ് ബി വിച്ച് ആർ ടു ഈവൻ എ ആൻഡ് ബി ഈക്വൽ ടു എന്താണോ പി ഓഫ് എ യൂണിയൻ ബി. P of A union B equal to P of A plus P of B minus P of A intersection B. നിങ്ങൾ അങ്ങനെ പ്രോബ്ലം ചെയ്യേണ്ട, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി തരാൻ പോവാ. അതായത് എന്തായാലും P of A union B equal to P of A plus P of B minus P of A intersection B, that is P of A into P of B, which is equal to P of A. ഇവിടെ നമുക്ക് P of B കോമൺ plus P of B into P of B outside പോന്നാൽ 1 minus P of A, which is equal to P of A plus
പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഡാഷ് 1 മൈനസ് പി ഓഫ് എ ഡാഷ്. ഇവിടെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഓർമ്മിക്കണം. ഈ ഓർമ്മയില്ലേ പിന്നെ ഇവിടെ ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ട് ഈ പി ഓഫ് എ ഉണ്ടല്ലോ 1 മൈനസ് പി ഓഫ് എ ഡാഷ് പ്ലസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഡാഷ്. നമുക്ക് അങ്ങനെ റിസൾട്ട് വരേണ്ട അവസാനം 1 മൈനസ്. അപ്പോൾ പി ഓഫ് എ 1 മൈനസ് പി ഓഫ് എ ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ്. ഇവിടെ പി ഓഫ് എ ഡാഷ് കോമൺ. ആ പി ഓഫ് എ ഡാഷ് ഔട്ട് സൈഡ് എടുത്താൽ പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് എ ഡാഷ് ഔട്ട് സൈഡ് പോകുന്ന 1. പക്ഷെ ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ മൈനസ് പി ഓഫ് ബി എന്നാണ് ഉണ്ടാവും. വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് വിച്ച് ഇസ് ദി ഫൈനൽ റിസൾട്ട്. അതായത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് എ ആൻഡ് ബി കാണാൻ, പി ഓഫ് എ യൂണിയൻ ബി കാണാൻ, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂ. ഇങ്ങനെ എഴുതിയാൽ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റൂ. ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല, ഇങ്ങോട്ട് കിട്ടുമില്ല. ഇനി ഏതെങ്കിലും രണ്ട് ഈവന്റിന്റെ കേസിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 കണ്ട 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് പാസ്സാക്കലല്ലേ. അങ്ങനെ പാസ്സാക്കണമെങ്കിൽ എയും ബി എന്തായിരിക്കണം? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്, പ്രൂവ് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് എ ആൻഡ് ബി ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. ഇതാണ് 4ാമത്തെ തിയറം. ഇതിൽ ഏതെങ്കിലും ഒരു തിയറൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക, റിസൾട്ടും ആവശ്യമുണ്ട്. ഇനി സാധാരണ ഈ പ്രോബബിലിറ്റിയിലും അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഈവന്റിലൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കും. പ്രോബ്ലം കുറച്ചുകൂടി സിമ്പിൾസ് ആയിരിക്കും, ആ പ്രശ്നമുള്ള കാര്യമില്ല. ഇപ്പോൾ 1-2 പ്രോബ്ലങ്ങൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ഞാൻ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റിലെ ഡയറക്റ്റ് പ്രോബ്ലം ഞാനിവിടെ പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, തിയറം മനസ്സിലാക്കിയിട്ട്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന പ്രോബ്ലങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒരു ടൈപ്പ് പ്രോബ്ലം, ഇഫ് എ ആൻഡ് ബി ആർ, that means A and B are 2 persons appeared for an interview for the post of 2 vacancies. The probability of selection of A, P of A, equal to 1/2. Probability of selection of B, P of B, equal to 1/3. Then find the probability of, എന്നിട്ട് കുറേ ക്വസ്റ്റ്യൻ്റെ ചാകരിയായി. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. ഇഫ് എ ആൻഡ് ബി ആർ അപ്പിയർഡ് ഫോർ എൻ ഇൻ്റർവ്യൂ, അതിന് സമാനമായിട്ട് കുറേ പ്രോബ്ലം ഞാൻ പറയാം. ഇഫ് എ ആൻഡ് ബി ആർ ഗിവ്, ഇത്ര ടൈപ്പ് പ്രോബ്ലം, അതായത് പിന്നെ probability of solving a problem in mathematics by 2 students A and B. അല്ലെ 2 firemen hitting a particular target. ഇത്തരം പ്രോബ്ലം ഒക്കെ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയി. അവിടെ ക്വസ്റ്റ്യൻ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയേണ്ടത് ആവശ്യമില്ല. ഇപ്പോൾ രണ്ട് കുട്ടികൾക്ക് പ്രോബ്ലം കൊടുത്താൽ ഒരു കുട്ടിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ഒരു കുട്ടി പ്രോബ്ലം ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഒരിക്കലും വേറൊരു കുട്ടിയെ എഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ എഫക്റ്റ് ചെയ്യണമെങ്കിൽ അവർ ഗ്രൂപ്പ് കമ്പൈൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് പ്രോബ്ലം ചെയ്യണം. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ ഓഫ് എ 1/2, പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ ഓഫ് ബി 1/3. ഇവിടെ 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഇതാ ക്വസ്റ്റ്യൻ. അതായത് probability of if A and B are appeared for an interview for the post of 2 vacancies, the selection of probability of the selection of A 1/2, probability of selection of B 1/3. Find the probability of the following. Number 1, at least one of them select. Number 2, exactly one of them select. Number 3, at most one of them select. ഇവിടെ probability of at least one of them select equal to, എന്താ ഇതിൻ്റെ അർത്ഥം? അത് നേരത്തെ തിയറാണ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം. എ ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം കാണാൻ എപ്പോഴും 1 മൈനസ് പി ഓഫ് എ ഡാഷ് പി ഓഫ് ബി ഡാഷ് കണ്ടാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ഡാഷ്. ഇവിടെ നോക്കൂ, പി ഓഫ് എ 1/2. അപ്പോൾ പി ഓഫ് എ ഡാഷ് 1 മൈനസ് 1/2 ഈക്വൽ ടു 1/2.
P of B dash 1 minus 1 by 3 equal to 2 by 3. അപ്പോൾ 1 by 2 into 2 by 3 equal to 1 minus 2 into cancel and 1 by 3 equal to 2 by 3. Any probability of at least one of them select എന്നുള്ളത് exactly one of them select. Exactly. ഈ എക്സാക്ട്ലി വൺ ഓഫ് ദം സെലക്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനെ തിരഞ്ഞെടുക്കുമ്പോൾ ബീനെ തിരഞ്ഞെടുക്കരുത്, ബീനെ തിരഞ്ഞെടുക്കുമ്പോൾ എനെ തിരഞ്ഞെടുക്കരുത്. ഓൺലി വൺ ഓഫ് ദം. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഓർ പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി. ഉണ്ടോ? എ ഉണ്ടാകുമ്പോൾ ബി ഉണ്ടാവരുത്, ബി ഉണ്ടാകുമ്പോൾ എ ഉണ്ടാവരുത്. ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ് ഓർ മീൻസ് പ്ലസ് P of A dash into P of B, which is equal to 1 by 2 into P of B dash 2 by 3 plus 1 by 2 into P of B 1 by 3 equal to 1 by 3 plus 1 by 6 equal to 2 by 6 plus 1 by 6 equal to 3 by 6 equal to 1 by 2. ഇനി ഇതില് മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എക്സാക്ട്ലി വൺ ഓഫ് ദമ്മിന് പകരം അറ്റ്മോസ്റ്റ് വൺ ഓഫ് ദം. അറ്റ്മോസ്റ്റ് വൺ ഓഫ് ദം. ഈ അറ്റ്മോസ്റ്റ് വൺ ഓഫ് ദം എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം 1 ആകാം, 0 ആകാം. എന്ന് പറഞ്ഞാൽ 1 ഇത്. ഇതിന്റെ കൂടെ ആരും കൂടി വരുന്നോ? ഓർ പി ഓഫ് എ ഡാഷ് ഇൻറ്റു ബി ഡാഷ്, ദാറ്റ് ഈസ് പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അപ്പോൾ എന്തുകൂടി വരും? പ്ലസ് പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് പ്ലസ് പി ഓഫ് എ ഡാഷ് 1 by 2 പി ഓഫ് ബി ഡാഷ് 2 by 3. അപ്പോൾ പ്ലസ് 1 by 3. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? ഈക്വൽ ടു 2 by 6 ഈക്വൽ ടു 5 by 6. ഈ ടൈപ്പ് പ്രോബ്ലം എപ്പം ചോദിച്ചാൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ആയാലും എക്സാക്ട്ലി വൺ ഓഫ് ദം ആയാലും ഇതിൽ ഉണ്ടല്ലോ ഈ 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് ഉണ്ടല്ലോ. ആ പി ഓഫ് എ ഡാഷ് പി ഓഫ് ബി ഡാഷ് നൺ ഓഫ് ദം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് നൺ ഓഫ് ദം സെലക്ട്. നൺ ഓഫ് ദം സെലക്ട് എന്ന് പറഞ്ഞാൽ ആരെയും തിരഞ്ഞെടുക്കാതിരിക്കുക. ദാറ്റ് ഈസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. ഇനി ഇത് 2 ഈവന്റിന്റെ കേസാണ്. 3 ഈവന്റിന്റെ കേസൊക്കെ ചോദിക്കാം. Probability of solving a problem in mathematics by 3 students A, B, C. P of A 1 by 2, P of B 1 by 3, P of C 1 by 4. Find the probability of the following. At least one of them solve the problem. None of them solve the problem. None of them solve the problem. P of A dash into P of B dash into P of C dash. At least one of them solve the problem. 1 minus P of A dash into P of B dash into P of C dash. At least 2 of them. അത് കാണുക തന്നെ വേണം. പി ഓഫ് എ അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദം എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 3. അതെന്താണെന്നോ? 2 ആൾ ചെയ്യുക അല്ലെ 3 ആൾ ചെയ്യുക എന്ന കുറേ കേസുണ്ട്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഡാഷ് ഓർ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ സി ഓർ പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതുവരെ ഞാൻ പറഞ്ഞ 2. ഓർ പി ഓഫ് എ ഡാഷ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. 3 ആളും ചെയ്യാം. ഇനിയിപ്പോൾ എക്സാക്ട്ലി 1 ചോദിക്കാം, എക്സാക്ട്ലി 2 ചോദിക്കാം, അറ്റ്മോസ്റ്റ് 1 ചോദിക്കാം, അറ്റ്മോസ്റ്റ് 2 ചോദിക്കാം. ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഈ ചെയ്തു തന്ന പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് ചെയ്ത് പഠിക്കുക. ഇനി വേറൊരു പ്രോബ്ലം, അതായത് പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് എ ഈക്വൽ ടു 6/11. P of A equal to 6/11. P of B equal to 5/11. P of B equal to 5/11. Any P of A union B. P of A union B equal to 7/11. Find number 1. P of A intersection B. P of A intersection B. Number 2. P of A given B. Number 3. P of B given A. ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് P of A given B യും P of B given A യും കാണാനും ഉപയോഗിക്കുന്ന ഫോർമുല എന്തേലും
P of A intersection B divided by P of A. P of B A intersection B divided by P of B. പകരം ഇവിടെ തന്നത് P of A യൂണിയൻ B ആണ്. അതുകൊണ്ടാണ് നിങ്ങളോട് P of A intersection B കാണാൻ ചോദിച്ചത്. ഇനി അഥവാ ക്വസ്റ്റ്യനിൽ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ P of A intersection B കാണേണ്ടി വരും. എന്താ P of A intersection B കാണാനുള്ള ഫോർമുല? P of A intersection B equal to P of A plus P of B minus P of A union B, which is equal to P of A 6 by 11 plus 5 by 11 minus 7 by 11 equal to 11 by 11 minus 7 by 11 equal to 4 by 11. എന്നിട്ടാണ് ചോദിച്ചത് P of A given B. എന്താ P of A given B? P of A intersection B divided by P of B. ഞാൻ പറഞ്ഞ P of A intersection B എന്താണെന്ന് വേണ്ടി വരും. P of A intersection B 4 by 11 divided by P of B 5 by 11. 11 cancel ആയാൽ 4 by 5. ഇതേപോലെ P of B given A എന്താ ഫോർമുല? P of B given A equal to P of A intersection B divided by P of B given A, P of A equal to 4 by 11 divided by P of A 6 by 11. 11 cancel ആയാൽ 4 by 6 equal to 2 by 3. ഇത്തരം ഡയറക്റ്റ് പ്രോബ്ലങ്ങളൊക്കെ ഈ ചെയ്തതുപോലെ മനസ്സിലാക്കി തിയറം മനസ്സിലാക്കിയിട്ട് ചെയ്യും. ഇനി വേറൊരു പ്രോബ്ലം ഇവിടെ ഡിസ്കസ് ചെയ്യട്ടെ. അതായത് a black die and a red die are rolled. A black die and a red die are rolled. ഇപ്പോൾ ഏത് കളർ ഡൈ റോൾ ചെയ്താലും നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് S equal to 1 2 3 4 5 6 ഇങ്ങനെ 6 ഔട്ട്കംസ് ഉള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് എ സം ഗ്രേറ്റർ ദാൻ 9 given that black die result is a 5. നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ് നോക്കി എ ബ്ലാക്ക് ആൻഡ് റെഡ് ഡൈ. അപ്പോൾ ഇത് എസ് ബ്ലാക്ക് ആയിക്കോട്ടെ, ഇത് എസ് റെഡ് ഡൈ. എസ് റെഡ് ഡൈ ആയാലും എസ് ബ്ലാക്ക് ഡൈ ആയാലും നമ്മളെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 ഇനി നമ്മളെ ഇത് രണ്ടും ഒരുമിച്ച് എറിയുമ്പോൾ സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു എന്താ വരിക? എസ് ഈക്വൽ ടു ഇതെന്താ? ഇത് ബ്ലാക്ക് ആണ്, ഇത് റെഡ് ആണ്. അപ്പോൾ ഇങ്ങനെ വരിക 1 1 1 2 1 3 എക്സെട്ര എന്ത് വരും? 6 6. ഇത് ശരിക്കും സാമ്പിൾ സ്പേസ്. ബ്ലാക്ക് ആയാലും റെഡ് ആയാലും ഡൈ ത്രോ ചെയ്താൽ, 2 ഡൈ ഒരുമിച്ച് ത്രോ ചെയ്താൽ, അല്ലെ ഒരു ഡൈ 2 പ്രാവശ്യം ത്രോ ചെയ്താൽ ഇതാണ് സാമ്പിൾ സ്പേസ്. നമ്മൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചോ? നിങ്ങളുടെ ടെക്സ്റ്റിലെ 539 പേജിലെ 10ാമത്തെ പ്രോബ്ലമാണ് ഞാൻ നോക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയില്ല, വായിച്ച് നോക്കണം കേട്ടോ. അതായത് ഫൈൻഡ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് എ സം ഗ്രേറ്റർ ദാൻ 9. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ലെറ്റ് എ ബി ദി ഈവന്റ്. ലെറ്റ് എ ബി ദി ഈവന്റ് സം ഗ്രേറ്റർ ദാൻ 9. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ഗ്രേറ്റർ ദാൻ 9. അപ്പോൾ എ ഈക്വൽ ടു എന്തായിരിക്കും? എ ഈക്വൽ ടു ഇതല്ലേ ഗ്രേറ്റർ ദാൻ 9 16, അതേപോലെ പിന്നെ 2 6 3 6 ഒന്നും വേണ്ട, പിന്നെ 4 6 സം ഗ്രേറ്റർ ദാൻ 9 ആണ്. പിന്നെ 5 5 5 6, പിന്നെ 6 4 6 5 6 6. ഇതാണ് എന്ത്? A, that is sum greater than 9. എന്നിട്ട് given a condition that black die result in a 5, let B be the event black die result is a 5. Black die result is a 5. ഇവിടെ ശ്രദ്ധിക്കണം. അതായത് ബ്ലാക്ക് ഡൈസ് റിസൾട്ട് 5 എന്ന് പറയുമ്പോൾ
ഈ സാമ്പിൾ സ്പേസിൽ ആദ്യത്തെ ബ്ലാക്ക് ആണ്, രണ്ടാമത്തെ റെഡ് ആണ്. ശരിക്കും പറയാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാ പോകുന്നത്. 1 1 1 6. ആദ്യത്തെ ബ്ലാക്ക് ആണ്, രണ്ടാമത്തെ റെഡ് ആണ്. ബ്ലാക്ക് ഡൈ റിസൾട്ട് ഈസ് എ 5 എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബി ഈക്വൽ ടു എന്തായിരിക്കുന്നു? ബ്ലാക്ക് ഡൈ 5-1, അതേപോലെ 5-2, 5-3, 5-4, 5-5, 5-6. പിന്നെ ബ്ലാക്ക് ഡൈ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഡൈയിൽ 5 കാണിക്കുന്ന വേറൊരു കേസ് ഉണ്ടോ എന്ന് നോക്കണ്ടേ? വേറെ കേസ് വരില്ല. ഒന്നാമത്തെ ഡൈയിൽ 5 വരുന്നത് തുടക്കം 5 വരണം, അത്രയേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ ഡൈൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയും സംഗതികളാണ് ഉള്ളത്. ഇതങ്ങ് ക്ലോസ് ചെയ്യാം. അങ്ങനെയാവുമ്പോൾ എന്താ എ ഇന്റർസെക്ഷൻ ബി? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് 5-5. ഇതിലുണ്ട് 5-5, 5-6, ഇതിലുണ്ട് 5-6. അത്രയേ ഉള്ളൂ. ആര്? 5-5, 5-6. ഈ 5-5ഉം 5-6ഉം ഇതിലുണ്ട്. അങ്ങനെയാവുമ്പോൾ നമുക്ക് കാണേണ്ടത് എന്താ? പി ഓഫ് എ ഗിവൺ ബി. പി ഓഫ് എ ഗിവൺ ബി എന്താ ഫോർമുല? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണേ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നെ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി എത്രയാ? 2. ടോട്ടൽ ഔട്ട്കംസ് എത്രയാ? അത് എൻ ഓഫ് എസ് ആ. എൻ ഓഫ് എസ് എത്രയാ? ടോട്ടൽ ഔട്ട്കംസ് 36 ആണ്. അതിന് എ ഇന്റർസെക്ഷൻ ബിയിൽ എത്ര എലമെന്റ് ആണ്? 2 എലമെന്റ്. അപ്പൊ 2/36 ആണ്. അതേപോലെ പി ഓഫ് ബി എന്താ? പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി എന്ന സെറ്റിലെ എലമെന്റിന്റെ എണ്ണത്തെ 1 2 3 4 5 6 6/36. അപ്പോൾ ഇതെന്ത് വരും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 2/36 ഡിവൈഡ് ബൈ 6/36 ഈക്വൽ ടു 2/6 ഈക്വൽ ടു 1/3. ഇങ്ങനെ പ്രോബ്ലങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യും. ഇനി ഇതൊക്കെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ വരുന്ന ഈസി പ്രോബ്ലങ്ങളാണ്, മനസ്സിലാക്കുക. ഇനി ഇതേപോലെ ഇൻഡിപെൻഡന്റ് ഈവന്റിൽ ഇതിന് സമാനമായിട്ടുള്ള പ്രോബ്ലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ 1-2 പ്രോബ്ലം, അതായത് പിന്നെ ഗിവൺ ഇൻഡിപെൻഡന്റ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഈവന്റിൽ ഗിവൺ 2 ഈവന്റ്സ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഈവന്റ്. P of A equal to 0.3, P of B equal to 0.6. Find the following. Number 1, P of A and B. Number 2, P of A and not B. Number 3, P of A or B. Number 4, P of neither A nor B. നമുക്ക് തന്ന കണ്ടീഷൻ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം P of A and B, P of A and B equal to P of A intersection B, which is equal to P of A into P of B, independent അല്ലേ, equal to 0.3 into 0.6 equal to 0.18. ഒരു കാര്യം, P of A 0.3 ആയതുകൊണ്ട് P of A dash 0.7 ആയിരിക്കും. ഇതിന്റെ ബാക്കി P of B 0.6 ആയതുകൊണ്ട് P of B dash 0.4 ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ പ്രോബ്ലം P of A intersection not B എന്ന് പറഞ്ഞാൽ എന്താ? A intersection not B എന്ന് പറഞ്ഞാൽ P of A intersection and means intersection not B, A intersection B dash which is equal to P of A into P of B dash independent ആയതുകൊണ്ട് which is equal to P of A 0.3 into P of B dash, P of B dash 0.4 equal to 0.12. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ P of A or B, P of A or B equal to P of A union B. P of A union B, A and B independent അല്ലേ, അതുകൊണ്ട് P of A plus P of B minus P of A intersection B, that is P of A plus P of B minus P of A into P of B. അങ്ങനെ ചെയ്താൽ മതി, അല്ലെ ഇങ്ങനെ ചെയ്താൽ മതി, 1 minus P of A dash into P of B dash. സിമ്പിൾ മെത്തേഡ്.
നിങ്ങൾ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ദാറ്റ് ഇസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി അങ്ങനെ ചെയ്തോ കിട്ടോ ഇതേ ആൻസർ കിട്ടുക പി ഓഫ് എ ഡാഷ് 0.7 ഇൻറ്റു 0.4 ഈക്വൽ ടു 1 മൈനസ് 0.28 ഈക്വൽ ടു 0.72. ലാസ്റ്റ് ചോദിച്ചത് പി ഓഫ് നെയ്തർ എ നോർ ബി. പി ഓഫ് നെയ്തർ എ നോർ ബി. ഈ പി ഓഫ് നെയ്തർ എ നോർ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എയും ഇല്ല ബിയും ഇല്ല. പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് മീൻസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. അത് ബാക്കി കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനി മറ്റൊരു പ്രോബ്ലം. ഇതൊക്കെ നിങ്ങൾ പ്രോബ്ലം ടെക്സ്റ്റിലുള്ള പ്രോബ്ലമാണ്. എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ഞാനിവിടെ ഡിസ്കസ് ചെയ്തു. ഗിവൺ ദാറ്റ് ഈവൻസ് എ ആൻഡ് ബി, ഗിവൺ ദാറ്റ് ഈവൻസ് എ ആൻഡ് ബി സച്ച് ദാറ്റ് പി ഓഫ് എ ഈക്വൽ ടു 1/2, പി ഓഫ് എ ഈക്വൽ ടു 1/2. പിന്നെ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 3/5, പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 3/5, പി ഓഫ് ബി ഈക്വൽ ടു P, small letter P, P of B equal to small letter B. Find P if, and condition, if A and B are mutually exclusive, mutually exclusive. Number 2, A and B are independent, independent. Now question ചോദിച്ചേക്കാം. If P of A equal to 1/2, P of A union B equal to 3/5, P of B equal to P. If A and B are mutually exclusive, find the value of P. What is mutually exclusive? That means disjoint sets. Two events A and B are called mutually exclusive if A intersection B equal to 5. If A intersection B equal to 5, then N of A intersection B equal to 0. That is P of A intersection B equal to 0. Therefore, if A and B are mutually exclusive, then P of A union B equal to P of A plus P of B. P of A union B equal to P of A plus P of B. P of A union B 3/5 equal to P of A 1/2 plus P. That is P equal to 3/5 minus 1/2 equal to 6 minus 5/10 equal to 1/10. P equal to 1/10 when P and Q are P and B are mutually exclusive. ഇനി എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പിയുടെ വാല്യൂ എന്താണ്? എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ രണ്ടാമത്തത് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഈക്വൽ ടു വാട്ട് ഈസ് പി ഓഫ് എ 1/2, പി ഓഫ് ബി പി minus P of A 1/2 into P. P of A union B 3/5. That is 3/5 equal to 1/2 plus P/2 because P minus P/2 P in P in the pagudi or P in the pagudi. That is P/2 equal to 3/5 minus 1/2 equal to 6 minus 5/10 equal to 1/10. P/2 on 1/10. Then P equal to 1/10 into 2 equal to 1/5. This will be equal. P/2 equal to then P equal to. Any മറ്റൊരു പ്രോബ്ലം. Two balls are drawn at random with replacement. ഈ വിത്ത് റീപ്ലേസ്മെൻറ്റും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും അങ്ങനത്തെ രണ്ട് കേസും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ബോക്സിൽ കുറച്ച് ബോൾ ഉണ്ടെങ്കിൽ ആ ബോള് രണ്ട് ബോൾ എടുക്കുമ്പോൾ ആ രണ്ട് ബോൾ രണ്ട് തരത്തിലെടുക്കാം. നമുക്ക് ഒന്ന് ഒരു ബോൾ എടുത്തിട്ട് റീപ്ലേസ് ചെയ്യാം, ഒന്ന് ഒരു ബോൾ എടുത്തിട്ട് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എടുത്ത ബോൾ ആ കൊട്ടയിൽ തന്നെ, ആ ബോക്സിൽ തന്നെ, ആ ബാഗിൽ തന്നെ ഇടുക. വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എടുത്ത ബോൾ എടുത്തതിന് ശേഷം മാറ്റി വെക്കുക. നമ്മളിവിടെ ക്വസ്റ്റ്യൻ എന്താ? 2 balls are drawn at random
വിത്ത് റീപ്ലേസ്മെൻറ്റ് ആദ്യം ഒരു ബോൾ എടുക്കുന്നു, എന്നിട്ട് പിന്നെ അതിൽ തന്നെ നിക്ഷേപിക്കുന്നു, എന്നിട്ട് പിന്നെ ഒരു ബോൾ എടുക്കുന്നു. ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് 10 ബ്ലാക്ക് ആൻഡ് 8 റെഡ് ബോൾ. 10 ബ്ലാക്ക് ബോൾ ആൻഡ് 8 റെഡ് ബോൾ. ഇങ്ങനെയാണ് നമ്മൾ എന്തുള്ളത്, ബോക്സ് ഉള്ളത്. 10 ബ്ലാക്ക് ബോൾ ആൻഡ് 8 റെഡ് ബോൾ. അങ്ങനെയാവുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. എ ബോക്സ് കണ്ടെയ്ൻസ് 10 ബ്ലാക്ക് ബോൾ ആൻഡ് 8 റെഡ് ബോൾ. 1 ബോൾ ഈസ് ടേക്കൺ വിത്ത് റീപ്ലേസ്മെൻറ്റ്. എന്നിട്ട് ക്വസ്റ്റ്യൻ പറയുന്നു, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ റെഡ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് both are red. That means that both are red. P of both are red equal to P of first is red and P of second is red. Both are red in the meaning that first is red and second is red, which is equal to probability of first is red. ഈ ഒരു കേസിൽ റെഡ് ബോളിന്റെ പ്രോബബിലിറ്റി എന്താ, 8/10, 18, ടോട്ടൽ 18 ബോൾ ആൻഡ് ഇൻറ്റു, എന്നിട്ട് ആ റെഡ് ബോൾ എടുത്തതിന് ശേഷം വീണ്ടും അങ്ങോട്ട് തന്നെ എടുത്തുണ്ടല്ലോ, ബോളിന്റെ എണ്ണത്തിന് ഒരു മാറ്റമില്ല, 8/18 ഈക്വൽ ടു 8/18 മീൻസ് 4/9 ഇൻറ്റു 4/9 ഈക്വൽ ടു 16/81. ഇവിടെ അഥവാ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിലോ, ഫസ്റ്റ് ഈസ് റെഡ് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ്, ബോത്ത് ആർ റെഡ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഫസ്റ്റ് റെഡ് ആൻഡ് പ്രോബബിലിറ്റി സെക്കൻഡ് ഈസ് റെഡ്. ദിസ് ഇസ് 8/18. 8/18 ഇൻറ്റു പിന്നെ 7/17. എന്താണോ, ഒരു റെഡ് ബോൾ ആദ്യം എടുത്ത് 8/18, എന്നിട്ട് ആ ബോൾ പുറത്താ വെക്കുന്നത്. അപ്പോൾ റെഡ് ബോൾ ഒന്ന് കുറയും, ടോട്ടൽ ഒന്ന് കുറയും. അപ്പോൾ 8/18 ഇൻറ്റു 7 വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഇവിടെ വിത്ത് റീപ്ലേസ്മെന്റ്. ഇനി ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇതേ കേസിൽ വിത്ത് റീപ്ലേസ്മെന്റിൽ ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ്. പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഈസ് red, which is equal to P of first is black into P of second is red equal to first is black 10/18, second is red with replacement and ball ഒരു മാറ്റമില്ല 8/18 equal to 5/9 into 4/9 equal to 20/81. ഇതേ ക്വസ്റ്റ്യൻ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നാ ഒന്ന് ചെയ്തു നോക്കുക. ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് ആൻഡ് അതർ ഈസ് റെഡ്. ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ്. വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് ആൻഡ് അതർ ഈസ് റെഡ് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ് എന്ന് ആദ്യത്തെ ബ്ലാക്ക് രണ്ടാമത്തെ റെഡ് ആയിരിക്കണം. വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് ആൻഡ് അതർ ഈസ് റെഡ് തന്നെ ഏതെങ്കിലും ഒന്ന് ബ്ലാക്ക് ആയിരിക്കണം, ഒന്ന് റെഡ് ആയിരിക്കണം. അപ്പം ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ് അല്ല, വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് ആൻഡ് അതർ ഈസ് റെഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പി ഓഫ് വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് ആൻഡ് അതർ ഈസ് റെഡ്. അതർ ഈസ് റെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ്. ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല കേട്ടോ. ഓർ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഈസ് റെഡ് ആൻഡ് സെക്കൻഡ് ഈസ് ബ്ലാക്ക്. ഇങ്ങനെ സംഭവിച്ചാൽ മതി. എന്നാലും ഏതെങ്കിലും ഒന്ന് ബ്ലാക്ക് ഏതെങ്കിലും ഒന്ന് റെഡ് ആയി. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് പി ഓഫ് ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ഇൻറ്റു probability of second is red or plus P of first is red and P of second is black, which is equal to 10/18 into 8/18 plus
8/18 into 10/80 equal to ഇത് 20/81 plus 20/81 which is equal to 40/81. അപ്പോൾ ഏകദേശം കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലൊക്കെ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്ത അപ്പിയർഡ് ഫോർ എൻ ഇൻ്റർവ്യൂ, പ്രോബബിലിറ്റി ഓഫ് സോൾവിങ് എ പ്രോബ്ലം, അതൊക്കെയാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട്. പിന്നെ ഞാനിപ്പം ഡിസ്കസ് ചെയ്ത പ്രോബ്ലങ്ങളൊക്കെ ഡയറക്റ്റ് പ്രോബ്ലങ്ങളാണ്. ഇങ്ങനത്തെ ഡയറക്റ്റ് പ്രോബ്ലമേ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റിലും പിന്നെ അതേപോലെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലും ചോദിക്കും. അപ്പോൾ നമുക്ക് പിന്നെ ഇനി വരുന്ന ഭാഗങ്ങളാണ് പ്രോബബിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്, അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇത് ഇത്രയും ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ കുറച്ച് എളുപ്പമാണ്, കണ്ടീഷണൽ പ്രോബബിലിറ്റിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റും. ഇനി നമുക്കുള്ളത് ബേസ് തിയറാണ്, അതേപോലെ റാൻഡം വേരിയബിൾ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പോൾ ഇതൊക്കെ അടുത്ത പാർട്ടിൽ നമുക്ക് വീഡിയോ ആയിട്ട് വരാം. ദയവീത് അടുത്ത പാർട്ട് നിങ്ങൾക്ക് കിട്ടാൻ ഈ പാർട്ട് 1 പ്രോബബിലിറ്റിയുടെ പാർട്ട് 1 കേൾക്കുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പാർട്ട് മുഴുവൻ, ഈ പ്രോബബിലിറ്റിയുടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 മുഴുവനും കേട്ടാൽ പ്രോബബിലിറ്റിയിൽ ഫുൾ മാർക്ക് ഞാൻ 100% ഉറപ്പ് തരുന്നു. ഓക്കെ.